ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബൺ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്നതാ ഈ ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പോണിറ്റെയിൽ കെട്ടുക. എന്നിട്ട് ഹെയർ രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഒരു പാർട്ട് എടുത്തിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ ആ ഒരു പോണിറ്റെയിലിന് ചുറ്റും എടുക്കുക. അതായത് ട്വിസ്റ്റ് ചെയ്യുക, ദെൻ പോണിറ്റെയിലിന് ചുറ്റും ഒരു റൗണ്ട് ചെയ്യുക. അങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് യു പിന്നോ ഹെയർ പിന്നോ എന്നൊക്കെ പറയുന്ന ആ ഒരു ഹെയർ പിൻ വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ പാർട്ടുണ്ടല്ലോ, അത് നമ്മൾ നോർമലി മുടി പിന്നിടില്ലേ, അതുപോലെ നല്ല ടൈറ്റാക്കിയിട്ട് വേണം ഫുള്ളായിട്ട് പിന്നിടുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് വരുന്നവർക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫസ്റ്റ് ടൈം ആണെങ്കിൽ കുറച്ചൊരു ടൈം എടുക്കും. എന്നിട്ടത് റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതും ഹെയർ പിൻ വെച്ചിട്ട് ഫിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഹെയർ പിൻ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബൺ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ. സെക്കൻഡ് ഹെയർ സ്റ്റൈൽ ഇതാണ്. സെക്കൻഡ് ഹെയർ സ്റ്റൈൽ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫുൾ മുടി എടുത്തിട്ട് ഒരു ഹൈ പോണിറ്റെയിൽ കെട്ടാണ്. ഇവിടെ ഞാൻ ഒരു വലിയ സ്ക്രഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ആ സ്ക്രഞ്ചി വെച്ചിട്ട് പോണിറ്റെയിൽ കെട്ടുക. അത് രണ്ടാമത് ഹെയർ പുറത്തെടുക്കുമ്പോൾ ഫുള്ളായിട്ട് എടുക്കുക. അത് കുറച്ച് പോർഷൻ മാത്രം ഇതുപോലെ എടുക്കുക. എന്നിട്ട് അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഹെയർ രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഹെയർ പിൻസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ മുടി നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ച് വെക്കുക. അപ്പോൾ നമ്മൾക്ക് കുറച്ചൊന്ന് നല്ലൊരു വോളിയം തോന്നിപ്പിക്കാനായിട്ട് അത് നല്ലതായിരിക്കും. സോ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തേർഡ് ഹെയർ സ്റ്റൈൽ ഇതാണ്. തേർഡ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഗെയിൻ ഒരു പോണിറ്റെയിൽ കെട്ടുകയാണ്. പോണിറ്റെയിൽ കെട്ടിയിട്ട് ഈ ഒരു ഹെയർ ബൺ ഉണ്ടല്ലോ, ഹെയർ ബൺ ഇട്ട് കൊടുത്തിട്ട് മുടി ടോപ്പ് ബോട്ടം രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ചെറിയ ബുഷോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് താഴത്തെ പോർഷനിലെ മുടി മാത്രം അതിൻ്റെ പുറത്തേക്ക് എടുത്തു. മുകളിലത്തെ അങ്ങനെ തന്നെ വെച്ചു. എന്നിട്ട് മുകളിലത്തെ പോർഷനിലെ ഹെയർ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ട് ആ ബണ്ണിന് ചുറ്റും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് യു പിൻ അറ്റാച്ച് ചെയ്യുക. നേരെ ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം റൗണ്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് താഴത്തെ പോർഷനിൽ ഇതുപോലെ മടക്കി കൊണ്ടുവന്നിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള എഗെയിൻ ഒരു ബുഷ് ഇട്ടിട്ട് അതിനെ ഒന്ന് ടൈ ചെയ്ത് അടിഭാഗത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് വേണം യു പിൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കാണാത്ത രീതിയിൽ. എന്നിട്ട് ഹെയർ ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സെൻറ്ററിൽ ഇതുപോലെ ഒരു സ്റ്റോൺ ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബണ്ണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. സോ ഇതാണ് തേർഡ് ഹെയർ സ്റ്റൈൽ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.